അപ്പോൾ മൂത്രം പോകാനുള്ള ആ ട്രാക്ക് ഉണ്ടല്ലോ, പുരുഷന്മാർക്ക് മാത്രമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളത്. അപ്പോൾ എല്ലാ അവൈലബിൾ ആവുന്നത് രോഗിക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. ബ്ലാഡറിന് ചോടെ, ബ്ലാഡറിനും മൂത്രനാളിക്ക് ഇടയിലായിരിക്കും. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് യൂറിൻ ലിഫ്റ്റ് അത്ര ഉചിതമാണെന്ന് തോന്നാത്ത നമ്മൾ ഒരു മോണിറ്ററിൽ നമുക്ക് പ്രോസ്റ്റേറ്റിനെ കാണാൻ പറ്റും. ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ തരണം ചെയ്യാം? സർജറി എന്ന് കേൾക്കുമ്പോഴേ ആളവിടെ നിന്ന് പോകും. റിസപ്റ്റിന്റെ ആ ഒരു പ്രോബ് ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു പെന്നിനോളം സൈസുള്ള ഒരു എൻഡോസ്കോപ്പ്. സെക്ഷൽ സൈഡ് എഫക്ട്സ് ആർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. 2 സെന്റിമീറ്ററോളം വ്യാസത്തിലുള്ള ഏരിയയുടെ ഉള്ള പ്രോസ്റ്റേറ്റിനെ ചുരുക്കും. ഒരു രോഗി നമ്മുടെ തന്നെ വീഡിയോ കണ്ടുവന്നതാണ്. പുരുഷന്മാരായിട്ടുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള പുതിയൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അതിന് എത്രത്തോളം ആ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് അറിയാൻ എത്രത്തോളം ആഗ്രഹം ഉണ്ട് എന്നുള്ളതും. കാരണം അത് നല്ല രീതിയിൽ തന്നെ റീച്ച് പോയിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമന്റുകൾ ചോദിച്ചിരുന്നു. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിൽ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ച് റെസം എന്ന് പറഞ്ഞുള്ള ഒരു ട്രീറ്റ്മെന്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസം എന്ന് പറഞ്ഞുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്രൊസീജിയർ മാത്രമാണ്, അതൊരു ഓപ്പറേഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ യൂറോ ലിഫ്റ്റ് പറഞ്ഞതിന്റെ വേറൊരു സംഭവം. അപ്പോൾ അതെന്താണെന്നുള്ളതും അതിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണെന്നുള്ളതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഡോക്ടർ സന്ദീപ് സാറോട് എന്നെ ചോദിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഡോക്ടർ സന്ദീപ് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ സന്ദീപ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ യൂറോ ലിഫ്റ്റിന്റെ വീഡിയോ സാറ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു. അതേപോലെ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി നമുക്ക്. അങ്ങനെ അതെ. അപ്പൊ അന്ന് പലരും ചോദിച്ചായിരുന്നു ഇതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ നമ്മൾ പല ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നി. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെന്താ, അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെ യൂറോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത്. അതിൽ സാറ് പറഞ്ഞായിരുന്നു റെസം എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഈ പറഞ്ഞ പോലെ നമ്മളെ യൂറോ ലിഫ്റ്റ് ഇത്രയും ഉപകാരപ്പെട്ട സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ എന്താണ് റെസം? പക്ഷേ പഴയ വീഡിയോ കാണാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മളെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് വെച്ചാൽ, പ്രോസ്റ്റേറ്റ് എന്നുള്ളൊരു അവയവം എല്ലാ പുരുഷന്മാരിലും ഉണ്ട്. ഈ അവയവം ഇരിക്കുന്നത് ബ്ലാഡറിന് ചോടെ, ബ്ലാഡറിനും മൂത്രനാളിക്ക് ഇടയിലായിരിക്കുന്നത്. ഈ മൂത്രനാളിന്റെ സർക്കംഫറൻഷ്യലി, അത് സറൗണ്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു അവയവം, ഒരു ഓറഞ്ചിനെ പോലെ മൂത്രനാളിന്റെ ചുറ്റുമുള്ള, എന്നാൽ ബ്ലാഡറിന് തൊട്ട് താഴെ ചോടെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഒരു 40-50 എത്തുമ്പോൾ അതിന്റെ വളർച്ച കൂടുകയും, അപ്പോൾ മൂത്രം പോകാനുള്ള ആ ട്രാക്ക് ഉണ്ടല്ലോ, മൂത്രം ഒഴിക്കാനുള്ള ആ ഗ്യാപ്പ് കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൂത്രം പോകാനുള്ള തടസ്സം, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, മൂത്രം പലപ്പോഴായിട്ട് പോയിക്കൊണ്ടിരിക്കുക, രാത്രിയിൽ പലവട്ടം എണീക്കുക, ഇത്തരം പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്. ഏജ് കൂടുന്തോറും ഈ പ്രോബ്ലത്തിൻ്റെ, ഈ ഒരു അവയവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. അപ്പോൾ ഇത് ഏജ് കൂടുന്തോറും ഈ പ്രോബ്ലത്തിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഒരു 30% ആൾക്കാരിലാണ് ഈ പ്രോബ്ലം ഉള്ളതെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ അതൊരു 40% ആവും. 70 വയസ്സ് കഴിയുമ്പോൾ അതൊരു 50-60% ആൾക്കാരിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങും. വളരെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളൊരു മെയിൽ ഹെൽത്ത് പ്രോബ്ലം ആണ്. പുരുഷന്മാർക്ക് മാത്രമാണല്ലോ, പുരുഷന്മാർക്ക് മാത്രമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സാർ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഇത്രയും പേർക്ക് അല്ലെങ്കിൽ ഇത്രയും പേര് ബുദ്ധിമുട്ടുന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഇതുള്ളവർക്ക് തന്നെ പലർക്കും അറിയില്ല. അവർ തന്നെ ഇപ്പൊ ഈ ഡീറ്റെയിൽസ് കേട്ടപ്പോഴാണ് അവർക്ക് ഇത് മനസ്സിലായത്. അപ്പൊ നമ്മൾ ആ റെസം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്താണ്? നമ്മളിപ്പോ ഈ യൂറോ ലിഫ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പൊ യൂറോ ലിഫ്റ്റ് ആയാലും റിസോ ആയാലും എല്ലാം എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ തരണം ചെയ്യാം. അതായത് നമ്മളുടെ പ്രോബ്ലം എന്താണ്? മൂത്രം പോകാനുള്ള തടസ്സം. ഒരു ഗ്രന്ഥി വീങ്ങുന്നു, ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നു, മൂത്രം പോകാനുള്ള തടസ്സം ഉണ്ടാകുന്നു. ആ തടസ്സത്തിന് എങ്ങനെ കട്ടിങ്ങോ ഇതുകളൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്കതിനെ തടസ്സത്തിന് എങ്ങനെ മാറ്റാന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ യൂറോ ലിഫ്റ്റിൽ നമ്മളൊരു ബാൻഡ് ഉപയോഗിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതായത് ഒരു ഇംപ്ലാന്റ് ആണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇംപ്ലാന്റ് പ്രോസ്റ്റേറ്റിനെ തള്ളി മാറ്റി ഇംപ്ലാന്റ് ചെയ്യുന്നു. ചില ഘടനകളുണ്ട് നമുക്ക്. പ്രോസ്റ്റേറ്റ് പല രീതിയിലാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോഴാണ് ഒരു ഓറഞ്ച് പോലെ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, പലരുടെയും പ്രോസ്റ്റേറ്റിന്റെ ഘടന ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരുപാട് രോഗികൾ യൂറോ ലിഫ്റ്റിനെ അന്വേഷിച്ച് വന്നിരുന്നു. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി
കഴിയുമ്പോൾ തന്നെ അവർക്ക് യൂറിൻ ലിഫ്റ്റ് അത്ര ഉചിതമാണെന്ന് തോന്നാത്ത രോഗികളുണ്ടായിരുന്നു. റിസത്തിലും ഇതിലെല്ലാത്തിലും നമ്മൾ ആ തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റിന്റെ ഭാഗം ചുരുക്കുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിപ്പോ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ആണെന്നല്ലോ. ഈ റസത്തിന്റെ എങ്ങനെയാണ് നമ്മളെ യൂറോ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെയാണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിഫറൻസ്? ആക്ച്വലി ഈ റിസത്തിലും സിസ്റ്റോസ്കോപ്പിക് ഗൈഡൻസിലാണ് ചെയ്യുന്നത്. അതായത് മൂത്രനാളിലൂടെ പോയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് പ്രോസ്റ്റേറ്റ് കണ്ടതിന് ശേഷം നമ്മൾ ഒരു മോണിറ്ററിൽ നമുക്ക് പ്രോസ്റ്റേറ്റിനെ കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു പെന്നിന്റെ സൈസേ ഉണ്ടാവും. അത് എങ്ങനെയുള്ള ഇതാണ് എക്യുപ്മെന്റ്? ഞാൻ ഒരു വട്ടം കാണിച്ചു തരാം. റിസത്തിന്റെ ആ ഒരു പ്രോബ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് റിസത്തിന്റെ പ്രോബ് ഇതാണ്. റിസത്തിന്റെ പ്രോബ് ഈ ടിപ്പിലൂടെ ഒരു നീഡിൽ വരും. നമ്മൾ അത് കണക്ട് ചെയ്യണം. ചെറിയൊരു പെന്നിനോളം സൈസുള്ള ഒരു എൻഡോസ്കോപ്പാണ്. അപ്പോൾ ഇതിന്റെ ടിപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്താ നടക്കുന്നത്, ഫ്രണ്ടിൽ എന്താ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മൾ മൂത്രനാളിലൂടെ പോയി പ്രോസ്റ്റേറ്റിനുള്ളിലെത്തി പ്രോസ്റ്റേറ്റിന്റെ ബ്ലാഡർ നെക്ക് എന്ന് പറയും, ബ്ലാഡർ നെക്കിന്റെ ഒരു സെന്റിമീറ്റർ പിറകിലുള്ള ലൊക്കേഷനിൽ ആദ്യം തന്നെ അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ഒരു നീഡിൽ ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരും. ആ ടിപ്പിലൂടെ ഒരു 9 സെക്കൻഡോളം വാട്ടർ വേപ്പർ അഥവാ സ്റ്റീം വരും. സ്റ്റീമിലുള്ള നാച്ചുറൽ എനർജി നമ്മൾ പ്രോസ്റ്റേറ്റിലോട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല. ആൻഡ് ദാറ്റ് ഇൻഡ്യൂസസ് ഒരു പ്രോസ്റ്റേറ്റിന് റിസോപ്ഷൻ, പ്രോസ്റ്റേറ്റിന് ചുരുക്കം ഉണ്ടാക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ജനറലി ഒരു പ്രോസ്റ്റേറ്റുകളിൽ ഒരു 4 ആക്ച്വേഷൻസ് ആണ്, 4 മുതൽ 5 ആക്ച്വേഷൻസിലുള്ള ഈ സ്റ്റീമിന്റെ ആക്ച്വേഷൻ. ഒരു സ്റ്റീം അതിനുള്ളിലോട്ട് ഇൻസ്റ്റൽ ചെയ്താൽ 2 സെന്റിമീറ്ററോളം വ്യാസത്തിലുള്ള ഏരിയ ഉള്ള പ്രോസ്റ്റേറ്റിനെ ചുരുക്കും. അത്യാവശ്യം വലിയ പ്രോസ്റ്റേറ്റുകളെ ചെയ്യാൻ പോലും നമുക്കൊരു ഇറ്റ് വിൽ ടേക്ക് ഓൺലി 6 minutes to 7 minutes to ഫുൾ ട്രീറ്റ്മെന്റ് ഫോർ ദ പേഷ്യന്റ്. സൈസ് കുറവുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് മൂത്രനാളിക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറി മുതലായ പ്രശ്നങ്ങളോ ചാൻസേ ഇല്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള, അത്രയും സ്മോൾ ആയിട്ടുള്ള. ഇത് കണ്ടാൽ തന്നെ അറിയാലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. സ്ലോലി, അതായത് ഓവർ എ പീരീഡ് ഓഫ് 1 മാസം മുതൽ 3 മാസത്തിനുള്ളിലാണ് ഏറ്റവും നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. അങ്ങനെയാണ് അതിന്റെ ടെക്നോളജി. അത് ഇൻസ്റ്റന്റേനിയസ് അല്ല. നമ്മളിപ്പോ യൂറോ ലിഫ്റ്റിൽ എന്താ വെച്ചാൽ അതിൽ വളരെ ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇന്ന് ചെയ്തു വിത്തിൻ 2 to 3 days നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. റിസത്തിന്റെ ടെക്നോളജി എന്ന് വെച്ചാൽ പ്രൊസീജിയറിന് ശേഷം ഏകദേശം ഒരു 1 month ശേഷമാണ് ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. 1 month മുതൽ 3 മാസം വരെ ഇമ്പ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. 3 മാസം ശേഷം മാക്സിമം ഇമ്പ്രൂവ്മെന്റ് കിട്ടും. പക്ഷേ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് വെച്ചാൽ ലോങ് ടേം ഡ്യൂറബിലിറ്റി റിസത്തിന് കുറച്ച് ബെറ്റർ ആണ് യൂറോ ലിഫ്റ്റിനേക്കാൾ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ പലതരത്തിലുള്ള പ്രോസ്റ്റേറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഘടനകളിലുള്ള പ്രോസ്റ്റേറ്റുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മളൊരു പെർമനന്റ് ഇംപ്ലാന്റുകൾ അവോയ്ഡ് ചെയ്യണം അല്ലേ. ഇംപ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് കിടക്കണം. അപ്പോൾ ഇംപ്ലാന്റിൻ്റെതായ ചെറിയ റിസ്കുകൾ ഉണ്ടല്ലോ, ആ റിസ്ക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പരിധി വരെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി കൂടിയായിരിക്കും. കാരണം ഒരു ഫിക്സഡ് കോസ്റ്റ്, അതിന്റെ ഒരു ലീഡിനുള്ള ഇതുകളൊക്കെ കോസ്റ്റേ വരുന്നുള്ളൂ. സെക്ഷൽ സൈഡ് എഫക്ട്സ് 0. സെക്ഷൽ സൈഡ് എഫക്ട്സ് ആർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് റിസത്തിന്റെയും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. എന്താണ്? സെക്ഷൽ സൈഡ് എഫക്ട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ആപ്റ്റ് ആവുന്ന രോഗികൾ എന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള രോഗികൾ, ഫോർ എക്സാമ്പിൾ 50കളിലും 60കളിലൊക്കെ ഉള്ള യങ് ആയിട്ടുള്ള രോഗികളിൽ അവർക്ക് വളരെ അധികം കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മോഡാലിറ്റി ആയിരിക്കും. ഇപ്പോൾ യൂറോ ലിഫ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റെസം ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണം എന്നുള്ള രോഗിയാണല്ലോ യൂറോ ലിഫ്റ്റ് ആയിരിക്കും ആൾക്ക് ഉചിതം. നേരെ മറിച്ച് 1 മാസം വെയിറ്റ് ചെയ്ത് ചെയ്യാം റിസൾട്ട്സ്, കുറേ ഡ്യൂറബിൾ റിസൾട്ടാണ് വേണ്ടതെന്നുള്ള ഒരു രോഗിയുടെ ഇച്ഛ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസം ആയിരിക്കും അദ്ദേഹത്തിന് ഉചിതമായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈവൻ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ യൂറോ ലിഫ്റ്റ് ആയാലും റിസോ ആയാലും എല്ലാ രോഗികളിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു രോഗി നമ്മുടെ തന്നെ വീഡിയോ കണ്ടുവന്നതാണ്. മൂത്രം പോകുന്നില്ല, ട്യൂബിലാണ്, 2 കിഡ്നിയിലോട്ട് നീര് വ്യാപിക്കുന്ന പ്രോസ്റ്റേറ്റ് വീക്കം. അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു യൂറോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ പറഞ്ഞു ഇത് യൂറോ ലിഫ്റ്റിന് ഒട്ടും ഉചിതമായിരിക്കില്ല. അത്തരം ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ബ്ലോക്കുകൾക്ക് ഇത്തരം പ്രൊസീജിയേഴ്സിനൊന്നും നമ്മൾ ലേസർ സർജറി കൊടുക്കുന്ന റിസൾട്ട്സ് കൊടുക്കാൻ പറ്റില്ല. അത് വെറുതെ ഒരു ലൈക്ക് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, വേസ്റ്റേജ് ഓഫ് മണി, വേസ്റ്റേജ് ഓഫ് എഫേർട്ട്, എല്ലാത്തിനും വേസ്റ്റേജ് ആയിരിക്കും. പക്ഷെ രോഗിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് എന്താ വേണ്ടത്. എല്ലാത്തിനും എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു രോഗിക്ക് ഉചിതമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ശൈലി അതായിരിക്കും ഇനി ലോകം കാണാൻ പോകുന്നത്.
3 months കഴിഞ്ഞ് ഓക്കെ ആയി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും, പിന്നീട് എന്തെങ്കിലും വരാൻ സാധ്യത? റിക്കറൻസ് റിസ്ക് വളരെ കുറവാണ്. റിക്കറൻസ് എന്ന് വെച്ചാൽ രണ്ടാമത് പ്രോബ്ലം വരികയാണെങ്കിൽ വീണ്ടും ഈ റിസം ചെയ്യുന്നതിൽ അർത്ഥമില്ല. നല്ലത് ഒരു ലേസർ സർജറി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതായിരുന്നു. ചാൻസസ് കുറവാണ്. 5 വർഷത്തിനുള്ളിൽ റിക്കറൻസ് വരാനുള്ള ചാൻസ് പറയുന്നത് 5%. വളരെ കുറവാണ് ആ ഒരു റിക്കറൻസ് റേറ്റ്. റിസം എന്ന് പറഞ്ഞ സർജറിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ. റിസം ഒരു സർജറി അല്ല, പ്രൊസീജിയറാണ്, ജസ്റ്റ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള രോഗികളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ റിസം ട്രീറ്റ്മെന്റ്. കുറേ രോഗികളെങ്കിലും ഉണ്ടാവും മൂത്രം പോകാതെ ട്യൂബിൽ കിടക്കുന്നുണ്ടാവും. സർജറി ചെയ്യാനുള്ള അൾട്രാ ഹൈ റിസ്ക് പേഷ്യൻസ് ഉണ്ടാവും. അവർക്ക് സർജറി ചെയ്താൽ ബുദ്ധിമുട്ട് വരാനും, ചിലർ കുറേ രോഗികൾ വാർഫാരി മുതലായ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സ്, ചെറിയ ബ്ലഡ് തിന്നേഴ്സ്, ആസ്പിരിൻ മുതലായതിലൊക്കെ നമുക്ക് ലേസർ സുഖമായി ചെയ്യാം, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അതിൽ മുകളിലോട്ടുള്ള ബ്ലഡ് അലിയാനുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗികളുണ്ട്. അത് നിർത്താൻ പറ്റാത്ത രോഗികളുണ്ട്. അത് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർട്ടിനുള്ളിൽ ബ്ലോക്ക് വരുന്നു, അല്ലെങ്കിൽ ഹാർട്ടിനുള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന രോഗികളുണ്ട്. അത്തരം രോഗികൾ കുറേ കാലമായി ട്യൂബിലൊക്കെ ഉള്ള രോഗികളുണ്ട്. അവർക്കൊക്കെ ആക്ച്വലി റിസം ഒരു വലിയൊരു ബൂണായിരിക്കും. ഒരുപാട് രോഗികൾക്കെങ്കിലും നമുക്ക് ട്യൂബ് ഫ്രീ ആക്കാൻ പറ്റും. റിസത്തിൽ ഈ രക്തം കട്ട പിടിക്കാനൊക്കെ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെഡിസിൻസ് 3 മാസത്തിന് ശേഷം മെഡിസിൻസ് ഒരു 90% രോഗികളിൽ നിർത്താൻ പറ്റും. ചിലർക്ക് ചെറിയൊരു ഡോസിലുള്ള മെഡിസിൻസ് കഴിക്കേണ്ടി വരും. കാരണം നമ്മളെന്താ മനസ്സിലാക്കുന്നത്, ഇതൊന്നും സർജറിയുടെ പകരമാവുന്നില്ല. മനസ്സിലായോ? സർജറി പോലെ സർജറിയിൽ നമ്മൾ പ്രോസ്റ്റേറ്റിന് ഇപ്പോൾ ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ബ്യൂട്ടിഫുൾ പ്രോസീജിയറായിട്ട് പ്രോസ്റ്റേറ്റിനുള്ളിൽ നിന്ന് എന്യൂക്ലിയേറ്റ് ചെയ്തെടുത്ത് മാറ്റി ചെയ്യും. അപ്പോൾ അതിൽ പ്രോസ്റ്റേറ്റിന്റെ കവറിങ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ആ ഒരു റിസൾട്ടുമായിട്ട് ഇത്തരം പ്രൊസീജിയേഴ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊസീജിയേഴ്സിനൊക്കെ സൈഡ് എഫക്ട് പ്രൊഫൈൽസ്, മൂത്രം ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. മൂത്രനാളിൽ ചുരുക്കങ്ങൾ ഉണ്ടാവുക, സ്ട്രിക്ചർ ഉണ്ടാവുക, അത് ഒരു കോമൺ ആയിട്ടുള്ള TURP എന്നുള്ള പഴയ സർജറി ഉണ്ട്, അതിൽ വളരെ കോമൺ ആയിരുന്നു പ്രോസ്റ്റേറ്റ് സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന ചുരുക്കങ്ങളൊക്കെ. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഈ ഒരു റിസം വന്നിട്ട് ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ആദ്യം ഒരു റിസർച്ച് ഫേസ് ഉണ്ടല്ലോ, ആ റിസർച്ച് ഫേസ് അമേരിക്കൻ ഐക്യനാടുകളിലാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു ബേസിക്കലി പ്രോഡക്റ്റ് ഓഫ് എ ബോസ്റ്റൺ സയന്റിഫിക് എന്നുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് റിസം എന്നുള്ള ടെക്നോളജി. അപ്പോൾ ആ ടെക്നോളജി ഇനീഷ്യലി വളരെ ചുരുക്കം സെന്ററുകളിലാണ് ആദ്യം അവൈലബിൾ ആയിട്ട് നന്നായിട്ട് അതിനെ പഠിച്ചു, ഇതിന്റെ റിസൾട്ട്സും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് അതിന് ശേഷമാണ് കോമൺ പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഏകദേശം 2020 അമേരിക്കൻ ഐക്യനാടുകളിൽ കുറേ സെന്ററുകളിൽ അവൈലബിൾ ആയിരുന്നു റിസം. ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞ 1 മാസമായിട്ടുള്ളൂ. അതിൽ തന്നെ ആസ്റ്റർ മെഡിസിറ്റി ഇതിലാണ് ഇന്ത്യയിലെ 3ാമത്തെ റിസം സെന്റർ ആണ് ആസ്റ്റർ മെഡിസിറ്റി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റിസം സെന്റർ. ഈ ഒരു ടെക്നോളജി പുതിയതാണെങ്കിലും പക്ഷെ അതിന്റെ പിന്നിലുള്ള റിസർച്ച് വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ 5 to 6 years ആയിട്ട് റിസർച്ചും മിക്കവാറും എല്ലാ സ്റ്റഡികളിലും ഇതിന്റെ റിസൾട്ട്സ് വളരെ നല്ല റിസൾട്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് കമന്റിൽ ഇതിപ്പോ എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് ഈ പ്രോസ്റ്റേറ്റ് സർജറി എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് കുറച്ച് ഏജ്ഡ് ആയുള്ള ആളുകൾ, ഇപ്പൊ യങ് അതിൽ നിന്നൊക്കെ പോയി കുറച്ചൊക്കെ ഉള്ളവർക്കും അതേപോലെ ഈ പേടിയുള്ളവർക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഇത്? ഞാനൊരു കഥ പറയാം. രോഗി 60 വയസ്സുണ്ട്, അദ്ദേഹത്തിന് ദൂരം എന്നാ വരുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് യൂറിൻ പോകാനുള്ള കടുത്ത ബുദ്ധിമുട്ടുണ്ട്. പല മരുന്നുകളും ട്രൈ ചെയ്തു, പല സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് സർജറി അഡ്വൈസ് ചെയ്തു. പക്ഷെ അദ്ദേഹം സർജറി എന്ന് കേൾക്കുമ്പോഴേ ആളവിടെ നിന്ന് പോകും. ഇങ്ങനെ പോയി ആ ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടന്ന് ബ്ലാഡറിനുള്ളിൽ ഒരുപാട് കുമിളകളൊക്കെ ഉണ്ടായിട്ട്, ഡയബറ്റിക് എന്ന് പറയും, കുമിളകൾ പോലെ ഇങ്ങനെ ഉണ്ടായി കിഡ്നിയിലോട്ട് നീര് വ്യാപിച്ച് അദ്ദേഹം വരുമ്പോൾ ക്രിയാറ്റിൻ്റെ ലെവല് 7 വിത്ത് ഓൺലി ലക്ക് നമുക്ക് ഡയാലിസിസ് ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഞങ്ങളിവിടെ വന്ന് നമുക്ക് ട്യൂബ് ഇടേണ്ടി വന്നു. ട്യൂബ് ഇട്ടതിന് ശേഷം ക്രിയാറ്റിൻ ക്രമേണ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്രിയാറ്റിൻ കുറഞ്ഞു ആളുടെ. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന് ആണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ്, അതായത് ഈ പ്രോസ്റ്റേറ്റ് ആണ് ഇതിന്റെ പ്രോബ്ലം, അദ്ദേഹത്തിന് ഉണ്ടാക്കിയ എല്ലാ പ്രോബ്ലത്തിനും കാരണം പ്രോസ്റ്റേറ്റ് ആണ്. ആ ഒരു പ്രോബ്ലത്തിന് അതിനുശേഷം നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഒരാഴ്ച അദ്ദേഹത്തിന് ഒരുപാട് കൗൺസിലിംഗ് നമ്മൾ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം സർജറിക്ക് തയ്യാറാവുന്നത്. അത്രയും പേടിയായിരുന്നു ലേസർ. അദ്ദേഹത്തിന് ലേസർ സർജറി ചെയ്യും. അദ്ദേഹം ഇപ്പോഴും നമുക്ക് വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പക്ഷെ ചിലരുടെ പേടി തന്നെ ചില ആൾക്കാരുടെ വളരെയധികം പേടിച്ചിട്ടാണ് അവർ ഓരോ പ്രൊസീജിയറിനെ ഒരു പേടിച്ചിരിക്കും തോറും അത് ഡേഞ്ചർ ആയിട്ട് മാറായിരിക്കും ചെയ്യുന്നല്ലേ. ഒരു വളരെയധികം സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ
നല്ല ബുദ്ധിമുട്ടുകൾ, അതായത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ യൂറോ ലിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് അതേ ഉള്ളൂ എന്നാണ്. പിന്നെയാണ് കമന്റിലൂടെ പലരും ചോദിച്ചപ്പോഴാണ് ഇതിന്റെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നൊക്കെ സാറായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഇതിന് ഒരുപാട് ഓപ്ഷൻസ് എല്ലാ തരത്തിലുള്ള അല്ലേ എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ള ഒരു പ്രോബ്ലത്തിന് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അതെ. അപ്പോൾ നമ്മളുടെ ഒരു എയിം ഓർ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും രോഗിക്ക് അവൈലബിൾ ആക്കുക. അത് നമ്മൾ രോഗികൾക്ക് ഹെൽപ്പ് ചെയ്യുക, വിച്ച് ഓപ്ഷൻസ് ബെസ്റ്റ് ഫോർ ഹിം എന്നുള്ളത് അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു സിദ്ധാന്തം. അല്ല, ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ റെഡിയാണ്, ജസ്റ്റ് വന്നാൽ മതി. മുതലായ പല ഓപ്ഷൻസ് നമുക്ക് റോബോട്ടിക്സ്, ഞങ്ങൾ ഹോളിപ്പ് ഉണ്ട്, മിലപ്പ് എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്, റോബോട്ടിക് സിമ്പിൾ പ്രോസ്റ്റക്ടമി ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ വരിക എന്നുള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ അവൈലബിൾ ആവുന്നത് രോഗിക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇപ്പോൾ പറഞ്ഞ പല പ്രൊസീജിയേഴ്സും വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും കൂടെ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഷുവർ. അപ്പോൾ ഇൻഫർമേഷൻ ആവട്ടെ, ഇനിയും ഇതേപോലെ തന്നെ പല വീഡിയോസ് നമുക്ക് ചെയ്യണം. ഇനിയും തീർച്ചയായിട്ടും കാണാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്നൊക്കെ നമുക്ക് സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ പെട്ടെന്ന് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ അങ്ങനെ പല വഴികളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഈ പറഞ്ഞ സൂചനകളോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.